കഴിഞ്ഞ 38 ദിവസത്തിലധികമായി ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാവശ്യ പിടിവാശികൾ മൂലം വലിയ തോതിൽ ശക്തിപ്പെട്ടു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല വിധത്തിലും ഈ സമരത്തെ അടിച്ചമർത്തുക എന്ന നിലപാടാണ് രണ്ടാം ഘട്ടത്തിൽ അഖിലേന്ത്യാ ഗവൺമെൻറ് തീരുമാനിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ സമരക്കാർ തന്നെത്താൻ പിരിഞ്ഞു പോകും എന്ന ഒരു നിസ്സംഗ മനോഭാവത്തിലും കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയി. എന്നാൽ മൂന്നാം ഘട്ടം എന്ന രീതിയിൽ തങ്ങളുടെ ശാക്തിക ബലങ്ങൾ പ്രയോഗിച്ചിട്ടും ഒരു കാരണവശാലും സമരം അവസാനിക്കില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ അവർ ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളത് സ്വാഗതാർഹം തന്നെ. പക്ഷെ ആ ചർച്ചയിലെടുത്ത പല നിലപാടുകളും സമരമുദ്രാവാക്യങ്ങളിൽ ചിലതെല്ലാം അംഗീകരിക്കുന്നു എന്നതിനപ്പുറം എല്ലാ കാര്യത്തിനും പരിഹാരം കാണാനുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് പുതിയ അടവുകളാണ് ഈ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തുന്നത്. ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചും അതുപോലെ തന്നെ പല രീതിയിൽ ആളുകളെ തടഞ്ഞും ഭക്ഷണം കൊടുക്കാൻ വരുന്നവരെ പോലും തടഞ്ഞും എല്ലാമുള്ള നിലപാടുകൾ എടുക്കുന്നത് സമരത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലായി. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് 26 ദിവസം നീണ്ട നിരാഹാര സമരം വാങ്ചുക് എന്ന സമര പോരാളി അവസാനിപ്പിച്ചത്. ഒരുതരം പ്രതികാര നടപടികൾ സ്വീകരിക്കില്ല എന്നും അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ 27ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകാം എന്നതും പാർലമെൻറ്റിൽ വിശദമായ ചർച്ച ചെയ്യാമെന്നതും മന്ത്രിമാർ സമര നേതാക്കന്മാർക്ക് എഴുതി നൽകുകയുണ്ടായി. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ ഒരു കാരണവശാലും BJP ഗവൺമെൻറ് മുന്നോട്ട് വരുന്നില്ല എന്നാണ് ഈ ചർച്ചകളിലൂടെയും ഗവൺമെൻറ് നടപടികളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ യുവാക്കൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ്. നാളത്തെ ഈ രാജ്യത്തിൻ്റെ ഭാവി ബാധ്യതയും നിർണ്ണയിക്കേണ്ട ഇവരോട് ഇത്തരത്തിലുള്ള ജനാധിപത്യ ഗവൺമെൻറ് ഇങ്ങനൊരു സമീപനം സ്വീകരിക്കാമോ എന്നതുള്ളതാണ് ഇതിൽ പ്രശ്നം. എല്ലാ ആവശ്യങ്ങൾക്കും ജനാധിപത്യപരമായി പോരാടാൻ എല്ലാവർക്കും അവകാശമുള്ളതാണ്. ആ അവകാശത്തെ അംഗീകരിക്കുകയും ആ ഡിമാൻഡുകൾ പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്, അതിൻ്റെ കടമയാണ്. അത് നിറവേറ്റാൻ ഈ ഗവൺമെൻറ് കൂട്ടാക്കുന്നില്ല. ഇവരെല്ലാം തന്നെ ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കുക. ജന്തർ മന്ദർ മാത്രമല്ല സമരം, നാടെമ്പാടും ജന്തർ മന്ദർ സമരത്തിൻ്റെ രൂപം സൃഷ്ടിക്കുക എന്ന നിലയിലാണ് വർഗ ബഹുജന സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. നടന്ന ക്രമക്കേടുകളുടെ വിശദാംശത്തിലേക്കല്ല. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏത് പൊതുപരീക്ഷ നടത്തിപ്പോയാൽ വിവിധ തരത്തിലുള്ള കുഴപ്പങ്ങളാണ് നാം കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ആത്മഹത്യ ഉൾപ്പെടെ വരുന്ന വലിയ തോതിലുള്ള ഒരു വിഷയം ഇപ്പോഴാണ് ഉയർന്നു വരുന്നത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. അവരുടെ ഭാവിയെ തുലയ്ക്കുന്ന വിധത്തിൽ ഇത് അഴിമതിക്കും കൈക്കൂലിക്കും ചോദ്യപേപ്പർ വിറ്റ് കാശാക്കാനും എല്ലാമുള്ള നിലപാടുകൾ ഒരു ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി രാജിവെക്കുക തന്നെ വേണം. പക്ഷേ ഈ ഗവൺമെൻറ് രീതി അനുസരിച്ച്
ഡൽഹിയിൽ നടന്ന പഴയ കർഷക സമരത്തിൽ 20-21 ഘട്ടത്തിലാണ് ആ സമരം ഒരു വർഷത്തിലധികം നീണ്ടുപോയത് എന്ന് നമുക്കറിയാം. ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ലഖിംപൂർ ഖേരിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയായിരുന്ന അജയ് മിശ്രയുടെ മകൻ 7ഓളം വരുന്ന കർഷകരെ കാറ് കയറ്റി കൊന്നു. അന്ന് കൃഷിക്കാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു അജയ് മിശ്രയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക. പക്ഷെ ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ള ഈ അഴിമതിക്ക് ചൂട്ടുപിടിക്കുന്ന, അതിൻ്റെ പങ്കുപറ്റുന്ന, അത് വ്യത്യസ്ത തലങ്ങളിലേക്ക് കൈമാറ്റപ്പെടുന്ന ഈ മന്ത്രി, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രി തീർച്ചയായും രാജിവെച്ചാലേ ഈ സമരം പരിപൂർണ നിലയിൽ അവസാനിക്കും. ഈ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം കർഷക കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കർഷക കുടുംബത്തിലെ അംഗങ്ങൾ അവരുടെ ജോലിക്ക് വേണ്ടി, അവരുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയെ അട്ടിമറിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് കർഷകർ ഐക്യദാർഢ്യം നൽകേണ്ട യുവജന വിദ്യാർത്ഥി പോരാട്ടം തന്നെയാണ്. ആ അർത്ഥത്തിലാണ് കേരള കർഷക സംഘം ജില്ലയിലെമ്പാടും ഇന്നലെ വലിയ തോതിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. ആ കൂട്ടായ്മകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഈ സമരം തുടരുന്ന ഘട്ടത്തോളം, ഈ സമരത്തിന് ഡിമാൻഡ് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഘട്ടത്തോളം ഈ സമരത്തിന് പിന്തുണയും ഐക്യദാർഢ്യവും കേരള കർഷക സംഘം പ്രഖ്യാപിക്കുകയാണ്. ഇന്നലെ നടന്ന സമരത്തിൽ പങ്കെടുത്ത എല്ലാ കർഷകരോടും കർഷക സുഹൃത്തുക്കളോടും കേരള കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിക്കുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ സമരം എന്തു വില കൊടുത്തും വിജയിപ്പിക്കാൻ ആവശ്യമായി ഏതറ്റം വരെ മുന്നോട്ട് പോകാനും കർഷകരും കർഷക സുഹൃത്തുക്കളും തയ്യാറാകണം എന്ന് കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു.